Good evening. Thank you very much for coming here at such short notice. So we are extremely happy to have started the season 12 of the CCL with an inspiring 5-wicket win over Mumbai. This season, we are blessed with a balanced and robust team. This highly dedicated team is all set to clear the remaining 2 leagues at Coimbatore and head to Hyderabad for the finals. Kerala Strikers' vision is to build a premier sports and entertainment brand representing Kerala on the domestic and international arena. A powerful combination of cinema, cricket and mass fan engagement. We seek your continued support and encouragement on our journey to bringing home the prestigious trophy. Thank you. One word from the management. Sorry, Mr. Rajkumar, the co-owner of the team, unfortunately could not be here because he had an urgent CCL team owners meeting for which he had to head to Hyderabad. So I apologize on his behalf. Thank you. And next, of course, നമ്മുടെ ക്യാപ്റ്റൻ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ അതാ ആദ്യത്തെ മാച്ചിൽ തന്നെ ബെസ്റ്റ് ബൗളർ ആൻഡ് മാൻ ഓഫ് ദ മാച്ച്. ആൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ലീഡർഷിപ്പും ആ ഒരു ടീം സ്പിരിറ്റ് കൊണ്ടുവരാനായിട്ടും ഉണ്ണിമുകുന്ദൻ ഈസ് ഡൂയിങ് എ ഗ്രേറ്റ് ജോബ് ദിസ് സീസൺ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓവർ ടു യു. എല്ലാവർക്കും നമസ്കാരം. ഓൾ ദ മീഡിയ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും താങ്ക് യു. വളരെയധികം സന്തോഷമുണ്ട് ഈ സീസൺ CCL കേരള സ്ട്രൈക്കേഴ്സിന് ഈ ടൂർണമെൻറ്റിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആസ് എ ക്യാപ്റ്റൻ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ടു ബി വെരി ഓണസ്റ്റ്, എന്നെ സംബന്ധിച്ച് ക്യാപ്റ്റൻഷിപ്പ് ഇറ്റ്സ് മോർ അബൌട്ട് എന്താ പറയുക, ഒരു ടീമിനെ കൂടെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊക്കെ തന്നെ ആണെങ്കിലും ഐ ഹാവ് എ ഫീലിംഗ് ദാറ്റ് ഇവിടെ അങ്ങനെ ഒരു ഇതുവരെ കൊണ്ടുപോയ രീതിയിലുള്ള ഒരു ക്യാപ്റ്റൻഷിപ്പോ അങ്ങനെയൊന്നുമില്ല. ഇറ്റ്സ് ടു ബി വെരി ഓണസ്റ്റ്, ഈ ടീം വളരെ സെൽഫ് സഫീഷ്യൻ്റ് ആണ് ഇൻ ടേംസ് ദാറ്റ് ഇവിടെ ഇരിക്കുന്ന ഓരോ പ്ലെയർ ക്രിക്കറ്റ് കളിക്കുമ്പോൾ 11 പേരെ ഗ്രൗണ്ടിൽ ഇറങ്ങാൻ പാടുള്ളൂ ആൻഡ് 1 സബ്സ്റ്റിറ്റ്യൂട്ട്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ആൻഡ് ഈ ടീമിന് വേണ്ടി പ്രാക്ടീസ് ടു സപ്പോർട്ട് സ്റ്റാഫ് എല്ലാവരും ദേ ഹാവ് ബീൻ വെരി എന്താ പറയുക ഇൻവോൾവ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സീസണിൽ ഇത്രയും എന്താ പറയുക ഇമോഷണൽ കണക്റ്റ് ഫീൽ ചെയ്തത് എനിക്ക് തന്നെ. നോട്ട് ദാറ്റ് ഇതിന് മുന്നേ അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നല്ല, ഇറ്റ്സ് എ വൈബ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ക്രിക്കറ്റ് ഒരു ടീം സ്പോർട്ട് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് എന്നെ പോലെ തന്നെ ഞാനൊക്കെ ഈ ടീമിലെ ഒരു സീനിയർ, ഞങ്ങളൊക്കെ ഇന്റർനെറ്റിൽ തമാശകൾ പറഞ്ഞ വെറ്ററൻ ക്രിക്കറ്റർ ആയിട്ടാണ് ഞാൻ എന്നെയും മണീനൊക്കെ അനുഭവിക്കുന്നുണ്ട്. അർജുൻ, ഞങ്ങളൊക്കെ കുറേ സീനിയർ പ്ലേയേഴ്സാണ്. വെരി ഓണസ്റ്റ്, എല്ലാവരുടെയും ഒരു കളക്റ്റീവ് എഫേർട്ട് കാരണം മാത്രമാണ് കേരള സ്ട്രൈക്കേഴ്സ് ഈ ആദ്യത്തെ മാച്ചിൽ കൺവിൻസിങ് ആയിട്ട് അവർക്ക് കളിക്കാൻ സാധിച്ചത്. ആൻഡ് വരാൻ പോകുന്ന മാച്ചസ് ഇപ്പോൾ 23-ാം തീയതിയും 24-ാം തീയതിയും ബംഗാൾ ടീമുമായിട്ടും ചെന്നൈ ടീമുമായിട്ട് കേരള സ്ട്രൈക്കേഴ്സിന് 2 നല്ല ഇമ്പോർട്ടൻറ്റ് മാച്ചസ് ഉണ്ട്. ആൻഡ് വുഡ് ലൈക്ക് ടു ടേക്ക് ദ മൊമെൻറ്റം അഹെഡ്. ഒരു ടീം ഗെയിം ആയതുകൊണ്ട് ഒരു ടീം എന്ന നിലയിൽ ഇറ്റ്സ് എ വെരി കോൺഫിഡൻറ്റ് ആൻഡ് വെരി ബാലൻസ്ഡ് ടീം. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇത്തവണ കേരള സ്ട്രൈക്കേഴ്സിൽ കണ്ടത് ഓണർഷിപ്പ് ഓഫ് രാജ്കുമാർ സർ, ചേച്ചി, സ്റ്റാഫ്. Thank you Prachi for joining us, and thank you Stara and everyone. നിങ്ങളുടെ ആക്റ്റീവ് ബേസ്, നിങ്ങളുടെ ഇഞ്ചുറീസ് ഒക്കെ ഹാൻഡിൽ ചെയ്ത എൻറ്റയർ എവറി വൺ. പിന്നെ നീനു, സിദ്ധ, ശ്രീനാഥ്, ഗോകുൽ, നമ്മുടെ കോച്ച്, എല്ലാവരും ഉണ്ട്. സോ ഇറ്റ്സ് ജസ്റ്റ് എ ഹ്യൂജ് ടീം. പെർഫോം ചെയ്യാൻ വരുന്നത് അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത് 11 പേരാണെങ്കിലും ഒരു മെൻ്റൽ സപ്പോർട്ടും എല്ലാ തരത്തിലും ഇറ്റ്സ് എ ഗ്രേറ്റ് എഫേർട്ട് ആൻഡ് ഹാപ്പി. ബാക്കി നിങ്ങൾക്ക് എല്ലാവരും വടവർ ചോദിക്കാം. ബട്ട് ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഒരു നല്ലൊരു ടൂർണമെൻറ്റ് എനിക്ക് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ടീമിൻ്റെ ഭാഗത്തു നിന്ന് കോമ്പറ്റീറ്റീവ് ക്രിക്കറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലൊരു യു കുഡ് ഹാവ് സീൻ ആ ഒരു ഇൻറ്റൻറ്റ് ടു വിൻ. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ടൂർണമെൻറ്റിൽ
പഠിക്കാൻ മാത്രമാണ്. അപ്പോൾ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ഗെയിം സ്ട്രാറ്റജിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ഗെയിം സ്ട്രാറ്റജിയാണ്. ടു ഗോ ഫോർ ദ എയിം ഫോർ ദ ബെസ്റ്റ്, ടേക്ക് ദ കപ്പ്, കം ബാക്ക്. ബിക്കോസ് ഇതിനു മുന്നേ 1-2 സീസണിൽ പല കാരണങ്ങളാൽ ദാറ്റ് ഈസ് ഈ ലീഗിൻ്റെ ചില പ്രത്യേകതരം റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് എത്തിപ്പെടാൻ ചില സമയത്ത് ടീമിൽ നല്ല പ്ലേയേഴ്സ് ഉണ്ടെങ്കിലും സംടൈംസ് ഇറ്റ് ജസ്റ്റ് ഡസൻ സിങ്ക് ഇൻ. അപ്പോൾ ഇത്തവണ ഞങ്ങൾ എല്ലാവരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ സീനിയർ പ്ലേയേഴ്സും ഒരുമിച്ച് ചിന്തിച്ചിട്ടാണ് പല തീരുമാനങ്ങൾ എടുക്കുന്നത്. ഐ ഹാവ് ടു അപ്രീഷിയേറ്റ് ദാറ്റ്. ബിനീഷ്, അർജുൻ എല്ലാവരും ഇതിൽ ഇൻവോൾവ് ആണ്. അതിൻ്റെ ഒരു എഫക്റ്റ് ഡെഫിനറ്റ്ലി വരാൻ പോകുന്ന മാച്ചസിലും കാണും. ഐ ഡോണ്ട് വാണ്ട് ടു ബി ലൈക്ക് ഓവർലി കോൺഫിഡൻറ്റ് അബൌട്ട് ഇറ്റ്. പക്ഷേ നല്ലൊരു ഗെയിം ഉണ്ടായിരിക്കും. താങ്ക് യു സോ മച്ച്. So we are all set to lift the cup. അങ്ങനെയാണെങ്കിൽ how was the team preparations going on? നമ്മുടെ ഹെഡ് കോച്ച് അഷിൻഡോ is there. എന്താണ് ടീമിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4 മാസമായി. ഈ 4 മാസം, അതായത് ഈ അസൈൻമെൻറ്റ് ഏറ്റെടുക്കുമ്പോൾ എനിക്ക് സിനിമ ആക്ടേഴ്സ് കൂടാതെ അപ്പോൾ ഇതെങ്ങനെയാണ്, അപ്പോൾ ഞാൻ മദനോടൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. പക്ഷേ എന്താ പറയുക, ആ 4 മാസം ഒരു വളരെ ഗംഭീരമായൊരു സെഷൻസ് ആയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ 4 മാസം കൊണ്ട് 15 പ്രാക്ടീസ് മാച്ച് കളിച്ചത്, നമുക്ക് ആദ്യ വിജയം നേടിയത് പോസ്റ്റ് സീസണിൽ അത് വലിയ ഗുണം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ ഈ 14-15 മാച്ച് കളിച്ചതിൽ ഏകദേശം 13 മത്സരങ്ങളും നമ്മൾ ജയിച്ചു. എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ വളരെ വലുതായിരുന്നു. കാരണം ആസ് എ ബാറ്റേഴ്സ്, ബോളേഴ്സ് എല്ലാവരും അവരുടെ കോൺട്രിബ്യൂഷൻ ആ മത്സരത്തിൽ വളരെ ഗംഭീരമായി നൽകി. അത് ഇനി പോകുന്ന മത്സരങ്ങളിലേക്ക് കൂടുതൽ അവരുടെ പ്രകടനം മെച്ചപ്പെട്ടതാക്കാൻ സാധിക്കുമെന്ന് ഒരു കോച്ച് എന്ന നിലയിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരുടെയും എഫേർട്ട്. ചില സമയത്തൊക്കെ എന്താ പറയുക, ഇപ്പോൾ ജീൻ ബായ് ഒരു വലിയ ഇഞ്ചുറിയിൽ നിന്ന് വന്നതാണ്. എന്താ പറയുക, അതൊക്കെ സംഭവിച്ചു. സിദ്ധാർത്ഥ് കീ പ്ലെയറായിരുന്നു, സിദ്ധുബായ്. പക്ഷേ ഒരു ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട് കളിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുമായി ഒരുപാട് പരീക്ഷണങ്ങൾ വരെ നേരിട്ടു. അപ്പോൾ അത് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം മത്സരങ്ങൾ ജയിക്കുന്നു. എന്തായാലും എല്ലാ കളിക്കാരോടും, കാരണം കുറച്ചും കൂടി ഇവരെല്ലാം സിനിമ ആക്ടേഴ്സ് മാത്രമല്ല, ഒരു ക്രിക്കറ്റ് പ്രേമി അല്ലെങ്കിൽ ക്രിക്കറ്റ് ഭ്രാന്തന്മാർ കൂടിയാണ്. കാരണം ഒരുപാട് മത്സരങ്ങൾ ഇവർ കളിക്കുന്നു, CCF പോലുള്ള കളികൾ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായി, വർക്ക് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായി. അവർ സഹകരിക്കുന്നു, എല്ലാവരും ടൈമിനെത്തുന്നു, നന്നായി ചെയ്യുന്നു. ഇനിയും നല്ല റിസൾട്ടുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 23-24 തീയതിയാണ് കളി ഉള്ളത്. അതിൽ വലിയ പ്രകടനം നിങ്ങൾക്ക് കാണാം. Thank you so much, and now I'm feeling so excited for next upcoming matches. Well, അതിന് മുൻപായിട്ട് നമുക്കൊരു ജേഴ്സി ലോഞ്ച് ഉണ്ട്. നമ്മളുടെ ഒഫീഷ്യൽ ജേഴ്സിയുടെ ലോഞ്ച്. Already they are all wearing it, but still we have got the official launch. Sangeeta, please. Yeah. And here we are launching the official jersey of Kerala Strikers. Thank you so much, Sangeeta. And we'll go for a photo session now. അതിനുശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. Before that, we'll put the photo. So now this is your time. You can go for the questions, please. Captain, രാജീവ് പിള്ള എന്തുകൊണ്ട് ടീമില്ല? രാജീവ് പിള്ള ഇന്നലെ പറഞ്ഞത് എന്നെ ആ തീരുമാനം വളരെയധികം വിഷമിപ്പിച്ചു. ഞാൻ ഓണറുമായിട്ട് സംസാരിച്ചു, എനിക്ക് റിപ്ലൈ കിട്ടിയില്ല. പക്ഷേ NOC ചോദിച്ചപ്പോൾ എനിക്ക് ആ സ്പോട്ടിൽ NOC തന്നു. എന്നെ പുറത്താക്കിയത് പോലെയാണ് ഫീൽ ചെയ്യുന്നതാണ് രാജീവ് പിള്ള പറഞ്ഞത്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള തീരുമാനം?
ഒരു ഘട്ടത്തിൽ രാജീവ് പിള്ള വേഴ്സസ് അതർ ടീം, അതായത് കേരള സ്ട്രൈക്കേഴ്സ് ഒരു ഘട്ടത്തിലെ അവസ്ഥ. ഇത്തരത്തിലൊരാൾ എങ്ങനെയാണ് ഇന്റർവ്യൂ ആയിരുന്നു ഇതൊക്കെ ഇന്റർവ്യൂലാണ് പറഞ്ഞത്. ഒരു ചാനലുമായി ഓക്കെ നടത്തിയ ഓക്കെ ഐ ഹാവ് എ ഫീലിംഗ് ദാറ്റ് അങ്ങനെ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് നിന്ന് മറുപടികൾ കിട്ടിയിട്ടില്ല എന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഞാൻ അതിൽ ഇൻവോൾവ് പുള്ളിക്കൊരു പരാതി ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി സാഡ് ആക്ച്വലി. രാജീവ് ഡെഫിനറ്റ്ലി ബീൻ എ ഗ്രേറ്റ് പ്ലെയർ. ഓക്കെ, എനിക്ക് പേഴ്സണലി കിട്ടിയ പ്ലെയേഴ്സ് ഈ ടൂർണമെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഒരുപാട് പേര് നമ്മളെ കോൺടാക്ട് ചെയ്ത് കേരള സ്ട്രൈക്കേഴ്സിന് വേണ്ടി കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. സോ എൻ്റെ ക്യാപ്റ്റൻഷിപ്പിൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഓപ്ഷൻസിൽ നിന്ന് ഒരു നല്ല ടീം തിരഞ്ഞെടുക്കാൻ സാധിച്ചു. ഈ ടീം കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസിന് വന്നു. ആൻഡ് അവരുടെ പാർട്ടിസിപ്പേഷൻ്റെ ഭാഗമായി കോച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ ഒരു 15ഓളം മാച്ചസ്. ലൈക്ക് ദിസ് ടൈം ഇറ്റ് വാസ് ഈവൻ ഒരു നോർമൽ ക്രിക്കറ്റിംഗ് പ്രാക്ടീസ് അല്ലാതെ മാച്ച് പ്രാക്ടീസാണ് നമ്മൾ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. നിങ്ങൾ കണ്ടു കാണും ഒരുപാട് കോർപ്പറേറ്റ് ടൂർണമെൻറ്റ്സും അങ്ങനെ ഈവൻ CCL പാർട്ടിസിപ്പേഷനൊക്കെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബേസിസിലാണ് പ്ലേയേഴ്സിനെ നമ്മളിതിൽ സെലക്ട് ചെയ്തത്. ദാറ്റ് ഈസ് ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു ഇതിൽ 20-22 പേരുണ്ട്. ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത് 11 പേരേ ഉള്ളൂ. അപ്പോൾ ഇതിൽ വേറെ ഒരു നമ്മുടെ സൈഡിൽ നിന്ന് ഒരു പ്ലെയറിനെ മാറ്റി നിർത്താനോ അല്ലെങ്കിൽ ഇനി NOC കൊടുത്തിട്ട് രാജീവ് ആദ്യമായിട്ട് ഐ തിങ്ക് രാജീവ് ഇതിന് മുന്നേയും മുംബൈ ഹീറോസിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. സോ ദിസ് ഇസ് നോട്ട് ദ ഫസ്റ്റ് ടൈം. അപ്പോൾ ആരെങ്കിലും അങ്ങനെ പുള്ളിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഫെയർ. ബിക്കോസ് ഒരു പ്ലെയറിന് ഏത് ടീമിന് വേണ്ടി കളിക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. ഒരു നാഷണൽ ടീമൊന്നുമില്ല, ഇറ്റ്സ് എ ക്ലബ് ക്രിക്കറ്റ് സ്പേസിലാണ് പോകുന്നത്. സോ ഐ തിങ്ക് ഇറ്റ്സ് അൺഫെയർ ഇഫ് ഈസ് ഗോയിങ് ത്രൂ എനിത്തിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഞാനും കേരള സ്ട്രൈക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫാൻസിനോടും അല്ലെങ്കിൽ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും പുള്ളിനെ ഒറ്റപ്പെടുത്തി സംസാരിക്കുന്നത് ശരിയല്ലാന്നാണ് എൻ്റെ വിശ്വാസം. അറ്റ് ദ സെയിം ടൈം കേരള സ്ട്രൈക്കേഴ്സ് എന്നൊരു ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ക്രിക്കറ്റ് ഒരു ടീം സ്പോർട്ടാണ്. ക്രിക്കറ്റ് ഒരു ടീം സ്പോർട്ട് ആയതുകൊണ്ട് ഞാൻ പേഴ്സണലി അറ്റ് ദ സെയിം ടൈം ഈ ടീം ഏത് ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ റാങ്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഇറ്റ്സ് ഫെയർ. ബട്ട് എന്നെ സംബന്ധിച്ച് കേരള സ്ട്രൈക്കേഴ്സ് ഒരു മാച്ച് ജയിച്ചപ്പോൾ മദൻ മോഹന് ഞാൻ കൊടുക്കുന്ന അതേ വാല്യൂ ആണ് ഞാൻ പ്രചോദേട്ടൻ്റെ ആ സിംഗിളിന് കൊടുക്കുന്നത് ആസ് എ ക്യാപ്റ്റൻ. ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അഖിൽ മാരാർ ബ്ലോക്ക് ചെയ്ത 3 ബൗണ്ടറീസിന് ഞാൻ അത്രയും വാല്യൂ കൊടുക്കുന്നു. ബെന്നി ബായ് എടുത്ത 3 വിക്കറ്റിനെ കൊടുക്കുന്നു. ഇത് കളക്റ്റീവ് സ്പേസ് എന്നെ സംബന്ധിച്ച് ഒരു ടീം പെർഫോമൻസ് ആണ് എപ്പോഴും ബെറ്റർ. ഇറ്റ് ഈസ് വെരി എൻകറേജിങ് ഫോർ അസ് ആസ് എ ടീം ദാറ്റ് ഞങ്ങളുടെ ടീമിൽ ഇമ്പോർട്ടൻറ്റ് പൊസിഷൻ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ പെർഫോം ചെയ്യുന്നത്. ഇറ്റ്സ് ലൈക്ക് ഞാനാണെങ്കിലും ഇപ്പം ഞാൻ ഓപ്പണിംഗ് ഇറങ്ങുന്നതും ബോളിംഗ് ചെയ്യുന്നതും എന്നെ കുറേ പേര് കളിയാക്കിൻ്റെ കൂട്ടുകാർ. ഈ ക്യാപ്റ്റൻ ആയതുകൊണ്ടല്ലേ ഫസ്റ്റ് ബോളിങ്ങും ഫസ്റ്റ് ബാറ്റിങ്ങും ചെയ്യുന്നത്. അതൊരു സത്യമുണ്ട്. ബട്ട് ഓൺ എ സീരിയസ് നോട്ട് CCL ഫോർമാറ്റ് കുറച്ച് കാറ്റഗറി മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. കാറ്റഗറി റൂൾസ് അങ്ങനെയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ ദിവസം അഖിൽ ഒരു എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മാച്ച് കഴിഞ്ഞപ്പോൾ അഖിൽ ഒരു ഡീറ്റെയിൽ ഒരു വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. കുറേ പേർക്ക് CCL എങ്ങനെയാണ് ക്രിക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാവും. ബിക്കോസ് A കാറ്റഗറി ഉണ്ട്, B കാറ്റഗറി ഉണ്ട്. ഈ കാറ്റഗറി അഗൈൻ ബൈഫർക്കേഷൻ ഇൻ ടേംസ് ഓഫ് റെപ്യൂട്ടേഷൻ അല്ല, ഇറ്റ്സ് ഇൻ ടേംസ് ഓഫ് നിങ്ങൾ സിനിമയിൽ നിന്ന് ക്രിക്കറ്റിലേക്ക് പോയതുകൊണ്ട് ഈ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് TRPയും കുറച്ച് വ്യൂവർഷിപ്പ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് താരങ്ങൾ ഫസ്റ്റ് സീസൺ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ദർ മെനി ആക്ടേഴ്സ് കമ്മിങ് ലൈക്ക് പ്രോമിനൻറ്റ് സ്പേസിൽ നിൽക്കുന്നത്. പിന്നെ അവരുടെയൊക്കെ തിരക്കും ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ക്രിക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കോച്ച് പറഞ്ഞു എനിക്ക് കുറച്ച് ഭ്രാന്താണ്. അതേപോലെ ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. ഇതിൽ നിന്ന് എല്ലാവരും സമയം കണ്ടെത്തി ഇഞ്ചുറീസ് ഒക്കെ ഓക്കെ ഫിഗർ ഇറ്റ് ഔട്ട് എന്നൊക്കെ ഒരുപാട് ചിന്തകൾക്ക് ശേഷമാണ് ഈ ക്രിക്കറ്റ് കളിക്കാൻ പറ്റുന്നത്. സംടൈംസ് ഒരുപാട് പേര് രാജീവ് പിള്ള എന്നൊരു വ്യക്തിനെ പ്ലെയറിനെ മാറ്റി നിർത്താൻ അങ്ങനെയൊന്നുമില്ല. ഇതിൽ ഒരുപാട് പ്ലേയേഴ്സും ഉണ്ട്. വാട്ട് ഐ എം ട്രൈങ് ടു സേ, ഒരു ടീം ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പുറമേ കിട്ടുന്ന ഒരു സൂപ്പർ സ്റ്റാറും ഒക്കെ ഒന്നും
ഇൻ്റർണലി ടീമിലില്ല. ടീമിൽ ഞാനും ക്യാപ്റ്റനായതുകൊണ്ട് തന്നെ ഞാനും ഇപ്പം നിലവിൽ ടീമിൽ കളിക്കാൻ സ്പേസ് ഇല്ലാത്ത പ്ലേയേഴ്സ് സെയിമാണ്. ജസ്റ്റ് കോട്ടിങ് ഇറ്റ് ബിക്കോസ് രാജീവിനെ ഒറ്റപ്പെടുത്തി സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടി. രാജീവ് വെൻറ്റ് ഹെഡ് ബിക്കോസ് രാജീവ് ഒരുപാട് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കേരള സ്ട്രൈക്കേഴ്സ് എന്നൊരു ടീം ആ സമയത്ത് ഇപ്പോൾ NOC കുറിച്ച് എനിക്കറിയില്ല, ഞാനല്ല കൊടുക്കേണ്ടത്. അങ്ങനെ NOC കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അയാൾക്ക് ക്രിക്കറ്റിനോട് ഇഷ്ടമാണ്, ക്രിക്കറ്റ് കളിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ചിലപ്പോൾ ടീം അവർക്ക് NOC കൊടുത്തു കാണും. കൊടുത്തില്ലെങ്കിൽ പുള്ളി കളിക്കാൻ പറ്റില്ല. പിന്നെ അവിടുത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്താണെന്ന് ഇതൊന്നും നമുക്കറിയില്ല. ആസ് എ ക്യാപ്റ്റൻ ഓഫ് കേരള സ്ട്രൈക്കേഴ്സ് ഫോർ ദിസ് സീസൺ എനിക്ക് കിട്ടിയ ടീം എക്സ്ട്രീംലി കോമ്പറ്റൻ്റ് ആണ്. ഞാൻ ഒരു വ്യക്തിയെ ബേസ് ചെയ്തിട്ടല്ല ടീം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബിക്കോസ് ഇതിൽ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. കാറ്റഗറീസും റൂൾസും ഒരുപാട് എക്സ്ട്രീമാണ്. സോ കട്ടിങ് ഇറ്റ് ഷോർട്ട്, രാജീവ് ഇസ് എ വെരി റെസ്പെക്റ്റഡ് ആക്ടർ ആൻഡ് ക്രിക്കറ്റർ. അപ്പോൾ പുള്ളീനെ ഈ പെട്ടെന്ന് കയറി വന്ന് അറ്റാക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ ഓൺലൈൻ സോഷ്യൽ മീഡിയ ട്രോളിങ്ങൊന്നും ശരിയല്ല. രാജീവ് നമുക്ക് എതിരെ കളിച്ചു എന്നല്ല, ഞാൻ കളിച്ചത് കേരള സ്ട്രൈക്കേഴ്സ് എന്ന ടീം മുംബൈ ഹീറോസ് എന്ന ടീമിനെതിരെയാണ്. നമ്മൾ രാജീവ് പുള്ളിക്കെതിരല്ല കളിച്ചത്. ആരും കൂടെ തന്നെ കളിച്ചത്. ഇത് ഒരുപാട് കൂട്ടുകാരുണ്ട്. അർജുനൊക്കെ വിളിച്ചു ഇപ്പോൾ കേട്ടത്. സോ ഇറ്റ്സ് എ വെരി ഫ്രണ്ട്ലി സ്പേസ്. അതിൽ ഇത്രയും സീരിയസ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടാവില്ല. ബിക്കോസ് ഇത്രയും വർഷം കേരള സ്ട്രൈക്കേഴ്സിന് വേണ്ടി കളിച്ച ഒരാൾ പെട്ടെന്ന്, പക്ഷേ ഇത് പെട്ടെന്നല്ല, ഇതിന് മുന്നത്തെ സീസണിൽ പുള്ളി കളിച്ചിട്ടുണ്ട്. മേ ബി ദിസ് ദ ഫസ്റ്റ് ടൈം ഇങ്ങനൊരു ഹെഡ് ഓൺ വന്നിട്ടുണ്ടാവും. ബട്ട് ഇറ്റ് ഈസ് ഗ്രേറ്റ് ദാറ്റ് പുള്ളി പെട്ടെന്ന് ഔട്ടായി. എന്നെ സംബന്ധിച്ച് രാജീവ് പിള്ള പോലത്തെ ഒരു ഗുഡ് ക്രിക്കറ്റർ പെട്ടെന്ന് ഔട്ടാകുമ്പോൾ നമുക്ക് സന്തോഷമുള്ളൂ. നമ്മളത് ഗംഭീരമായിട്ട് സെലിബ്രേറ്റും ചെയ്തു. എന്ന് വെച്ചാൽ ആ ക്രിക്കറ്ററിനെ ഔട്ടാക്കിയതിൻ്റെ സന്തോഷമാണ്. ഇപ്പോൾ രാജീവ് പിള്ള എന്നൊരു വ്യക്തി നമ്മുടെ മുന്നിൽ വരുന്നില്ല ഒരു ഘട്ടത്തിൽ. ഈവൻ ഇൻ ദ ടീം ഇപ്പോൾ നമ്മൾ പല രീതിയിൽ പെർഫോം ചെയ്യുന്ന പ്ലെയേഴ്സ് ഉണ്ട്. പക്ഷെ ആരും കമ്പാരിസൺ സ്പേസിൽ നമ്മൾ നിർത്തൂല. അതെൻ്റെ രീതിയല്ല. ഈ അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ പോലും ഈ ടീമിൽ ഇപ്പോൾ കളിക്കുന്നില്ല. സോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ കേട്ടു ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ which is unfair, and also it is unfair to even think that ഒരു ടീം ഒരു വ്യക്തിയുടെ ബേസിസിലാണ് മുന്നോട്ട് പോകുന്നത്. അത് ഈ ടീമിൽ ഇപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ടീമിൽ 1-2 പേർക്ക് കളിക്കാനുള്ള അവസരമേ കിട്ടുള്ളൂ, ഒരു സ്പേസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആ ടീമിൽ ഇപ്പോൾ ഒരു റൺ എടുത്ത പ്രചോദേട്ടൻ വെറുതെ ആയിപ്പോയി എന്ന് ഞാൻ സമ്മതിക്കില്ല, ടീം സമ്മതിക്കില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്റർവ്യൂ സംസാരിക്കുമ്പോൾ അതിന് കിട്ടുന്ന അതേ റെസ്പെക്റ്റ് ആയിരിക്കും പ്രചോദനും മണിക്കും എനിക്കും അർജുനും എല്ലാവർക്കും. ആൻഡ് നിങ്ങൾ നോക്കുവാണെങ്കിൽ സത്യത്തിൽ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ഈ മാച്ചിൽ ആസ് എ ക്യാപ്റ്റൻ ഐ എം എക്സ്ട്രീംലി ഹാപ്പി. ബിക്കോസ് മൾട്ടിപ്പിൾ ആൾക്കാർ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ 1-2 ആൾക്കാരുടെ സിംഗിൾ പെർഫോമൻസിൽ മാച്ച് മുന്നോട്ട് പോയി എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ടീം അങ്ങനെയല്ല ചിന്തിക്കുക. സോ ഐ തിങ്ക് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഇത്രേ സംസാരിക്കാനുള്ളൂ. ബിക്കോസ് ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് ഇനി നമ്മൾ മുംബൈ ഹീറോസുമായിട്ട് കളിക്കാൻ പോകുന്നില്ല. സോ ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഒരു മാച്ച് ഇല്ലാത്ത സ്ഥിതിക്ക് ഐ തിങ്ക് ഈ ഡിസ്കഷൻ ഈവൻ ഓൺലൈൻ സ്പേസും നിർത്തുവാണെങ്കിൽ നന്നായിരിക്കും. ആൻഡ് രാജീവിനെ വെറുതെ വിടണം. ബിക്കോസ് ഐ തിങ്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് ഗൈ ആൻഡ് ഐ വിഷ് ഹിം ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ എന്തായാലും നിങ്ങൾ കോയമ്പത്തൂരിലാണ് മാച്ച്. സോ ഡെഫിനറ്റ്ലി സപ്പോർട്ട് ദ ടീം. പക്ഷേ മാച്ച് കാണാൻ വന്നാൽ ടീമിനൊരു നല്ലൊരു മോട്ടിവേഷൻ കൂടിയായിരിക്കും. എനിവേസ് താങ്ക് യു സോ മച്ച്. ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല, വേറെ എന്തെങ്കിലും കാര്യം ചോദിക്കാനുണ്ട്? ഹലോ.
ചെന്നൈ പോലത്തെ ഒരു ടീമായിട്ട് നിങ്ങൾ കളിക്കാൻ പോകണം. ഒരു അടിപൊളി ടീമാണ് ചെന്നൈ. അപ്പോൾ എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടോ ചെന്നൈ തോപ്പിക്കാനായിട്ട്? ചെന്നൈ വിക്രാന്തൊക്കെ കിട്ടും ബാറ്റ്സ്മാനാണ്. അപ്പോൾ ആൾ ഔട്ടാക്കാനായിട്ടൊക്കെ എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടോ? ഞാൻ തന്നെ പറയണമെന്നുണ്ടോ? ആ ഓക്കെ, ക്യാപ്റ്റനാണ് പറയുന്നത്. പക്ഷെ ടീം സ്ട്രാറ്റജി ഇപ്പോൾ പറഞ്ഞ് ശരിയാവില്ല, അതൊന്നും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അഗെയിൻ എൻ്റെ ഇപ്പം ഞാനിത് ക്യാപ്റ്റൻഷിപ്പ് ഏറ്റെടുത്തപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സ്റ്റൈലുണ്ട്. ഐ ഡോണ്ട് തിങ്ക് ഞാനിങ്ങനെ വ്യക്തികൾക്കും അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്ലെയറിന് ഞാനങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. എന്നെ സംബന്ധിച്ച് കേരള സ്ട്രൈക്കേഴ്സ് ചെന്നൈയുമായിട്ട് മാച്ച് കളിക്കുമ്പോൾ കേരള സ്ട്രൈക്കേഴ്സ് ജയിക്കണം. അപ്പം അതിനുവേണ്ടി ഒരു പെർട്ടിക്കുലർ പ്ലെയറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് മെൻ്റലി ആ ഒരു ട്രോമ ക്യാരി ചെയ്യുന്ന രീതിയിലുള്ള പ്രാക്ടീസോ അല്ലെങ്കിൽ പ്രിപ്പറേഷനോ കേരള സ്ട്രൈക്കേഴ്സ് ഈ സീസണിൽ ചെയ്യുന്നില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒറ്റ ഇൻറ്റൻഷനേ ഉള്ളൂ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരള സ്ട്രൈക്കേഴ്സിന് ഉണ്ടായ കുറച്ച് ക്ഷീണങ്ങൾ മാച്ചസിൻ്റെ സമയത്തും ഒരുപാട് ഒരു കാൽക്കുലേറ്റീവ് സ്പേസിലാണ് ബാറ്റിംഗ് ഓർഡറും പ്ലേസ് ചെയ്യുന്നത്, ബോളിംഗ് സ്പേസും. അതൊക്കെ കൗണ്ടർ ചെയ്തിട്ട് ഈ ടൂർണമെൻറ്റ് ജയിക്കാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കിയത് അവരുടെ കം വിത്ത് ദ പൊട്ടൻഷ്യൽ ബെസ്റ്റ് വിത്ത് എക്സ്പീരിയൻസ് ആൻഡ് പുതിയതായിട്ട് ഇപ്പോൾ ആര്യൻ, അതേപോലെ തന്നെ ജോൺ ആൻഡ് ഷാരിഖ്, സമർത്ത്, അഖിൽ, ഷാരിഖ് ഭായ്, അനൂപ്, ജീൻ. ഐ മീൻ ഇതിൽ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് ഹു ക്യാൻ സിംഗിൾ ഹാൻഡഡ്ലി, ഞാൻ പറയുന്നത് സിംഗിൾ ഹാൻഡഡ്ലി അന്നത്തെ ദിവസം ഗെയിം കേരള സ്ട്രൈക്കേഴ്സിന് വേണ്ടി കൊണ്ടുവരാൻ പൊട്ടൻഷ്യലുള്ള പ്ലേയേഴ്സാണ്. അപ്പോൾ എനിക്ക് ഒരിക്കലും അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ ഞാൻ വെക്കുന്നില്ല. അതായത് ഇന്ന ആൾ ഈ മാച്ചിൽ കളിക്കുന്നത്, ഹുവെവർ ഈസ് ഓൺ ദ ഫീൽഡ് അവർ പെർഫോം ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. അതേപോലെ തന്നെ ഏത് ടീമാണെങ്കിലും ഇപ്പോൾ ഈ രണ്ട് മാച്ചിൽ, അതായത് ബംഗാൾ ആൻഡ് ചെന്നൈ, ഈ രണ്ട് ടീമിനെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ഈ ടീമിനെ തോൽപ്പിക്കാൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു പെർട്ടിക്കുലർ പ്ലെയറിന് അത്ര ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കാറില്ല. അതിപ്പോൾ എത്ര ഫോമിൽ കളിക്കുന്ന ആളാണെങ്കിലും ഒറ്റ ബോൾ മതി ഔട്ടാവാൻ. ഹലോ. സീസൺ 1 എന്ന് പറയുന്നത് കേരള സ്ട്രൈക്കേഴ്സ് വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഗംഭീരമായിട്ടാണ് വരവേറ്റത്. അപ്പം സീസൺ ഫസ്റ്റ് കഴിഞ്ഞു, സെക്കൻഡ് കഴിഞ്ഞു, അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കുന്നില്ല, കേരള സ്ട്രൈക്കേഴ്സ് ജയിക്കുന്നില്ല, അതൊരു ട്രോൾ മെറ്റീരിയലായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്തൊക്കെയാ സോഷ്യൽ മീഡിയയുടെ ഒരു ബുള്ളിങ് ഉണ്ടായിരുന്നു ഈ ആക്ടർ ലാലേട്ടനെതിരെയും അല്ലെങ്കിൽ അത് കളിച്ചവരെയും. അപ്പം ഇപ്പോൾ പുതിയ ഒരു രീതിയിലാണ് ഇപ്പം എനിക്കൊന്നും പഴയ പ്ലേയേഴ്സിനെക്കാട്ടിൽ ഇപ്പം കുറച്ച് കൂടുതൽ പുതിയ പ്ലേയേഴ്സിനെയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് മോട്ടീവായിട്ട് ഉദ്ദേശിക്കുന്നത്? അതായത് പഴയൊരു കേരള സ്ട്രൈക്കേഴ്സിനെ തന്നെയാണോ, അല്ലെങ്കിൽ പുതിയൊരു മാറ്റം കൊണ്ടുവന്ന് എങ്ങനെയാണ് ഈ ഒരു ജേർണി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? ആർക്കാണെങ്കിലും മനസ്സിലായി. സീനിയർ ഗുഡ് ഈവനിങ്. കേരള സ്ട്രൈക്കിൻ്റെ ഫസ്റ്റ് സീസൺ ഞാൻ കളിച്ചിട്ടില്ല. ഞാൻ 2013 അതേ ടീമിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിച്ചു 2012 തൊട്ട് ഇത്രയും നാളുള്ള ടീമിൻ്റെ ജേർണിയിൽ ടീമിന് ക്ഷീണം പറ്റിയിട്ടുണ്ട്. അതിൽ ആസ് എ പ്ലെയർ അല്ലെങ്കിൽ എല്ലാവരും ഭാഗത്തെ പറഞ്ഞു, നിങ്ങൾ മീഡിയ ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ട് കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് അതെന്തുകൊണ്ടെന്ന് അറിയില്ല. കാരണം നമ്മൾ നല്ലത് ചെയ്യുമ്പം ആരും ശ്രദ്ധിക്കാറില്ല. ഇങ്ങനെ വിവാദങ്ങൾ വരുമ്പോൾ അത് മാത്രമാണ് ചോദിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു കുറേ നാൾ കേരള സ്ട്രൈക്കേഴ്സ് വേഴ്സസ് രാജുപിള്ള വേഴ്സസ് ബാക്കി ടീമാണെന്ന്. അങ്ങനെ ഒരു സംഭവം 1-2 മാച്ചിലാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഇനി ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. 2018 അരുൺ ബിന്നി, വിവേക് ഗോപൻ, ഇവരൊക്കെ സിംഗിൾ ഹാൻഡിൽ ഒരുപാട് മാച്ച് നമ്മൾ ജയിപ്പിച്ചിട്ടുണ്ട്.
ഇതൊരു കളക്റ്റീവ് എഫക്റ്റാണ്. ഇതിനിടയ്ക്ക് ഒരുപാട് പ്ലേയേഴ്സ് വന്നു പോയിട്ടുണ്ട്, നല്ല ബോളേഴ്സ് വന്നിട്ടുണ്ട്. ഒരു സുരേഷ് നായർ എന്നൊരു ചേട്ടനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രാജീവ് പിള്ള അല്ലെങ്കിൽ മദൻ ഇവരാരില്ലാത്ത സമയത്ത് നമ്മൾ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു വ്യക്തിയിലേക്ക് ചുരുക്കി ഇതൊരു ചെറിയ സംഭവമായിട്ട് ഇതിനെ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. മീഡിയ സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ്, കാരണം ഇത് കുറച്ച് പറഞ്ഞ പോലെ ആളുകൾ ഇതിനെ ഫോളോ ചെയ്താൽ മാത്രമാണ് ഏതൊരു സംഭവം വലുതാവുള്ളൂ. ഇപ്പോൾ സിനിമ പോലെ തന്നെയാണ്, സിനിമയുടെ ഭാഗമാണ്. മീഡിയ സപ്പോർട്ട് വേണം. നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന കേരളത്തിനെയാണ്. നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഇപ്പം CCL റൂൾ അനുസരിച്ച് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആ CCL റൂൾ, ആ ഗൈഡ് ലൈനിൽ വരുന്ന പ്ലേയേഴ്സിന് മാത്രമാണ് നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. അതനുസരിച്ച് കേരളത്തിൽ എല്ലാ വർഷവും ഇറങ്ങിയിട്ടുള്ളത് ബെസ്റ്റ് പ്ലേയേഴ്സാണ്. ഓരോ വർഷം നമ്മൾ ഇറക്കുന്ന ആ പെർട്ടിക്കുലർ സാഹചര്യത്തിൽ ഇറക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് 11 അല്ലെങ്കിൽ 15 ആണ് പോകുന്നത്. കുറച്ചുകൂടെ മീഡിയ സപ്പോർട്ട് വേണം. പിന്നെ ഇപ്പോഴും 10-12 വർഷമായി CCL സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ CCL എന്താണെന്നും അതിൻ്റെ റൂൾ എന്താണെന്നും ഒരു 90% ആളുകൾക്കും അറിയില്ല. അപ്പം അവരുടെ കുറ്റമല്ല, അവർ ഇതിനെ സാധാരണ ക്രിക്കറ്റ് ലീഗിൽ കാണുന്നവരാണ് ഇതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഇതിലെ പ്ലേയേഴ്സിനെ ഒരുപാട് ആളുകൾ ട്രോളുന്നത്. ഇത് കളിയാക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം, അത് അതിൻ്റെ കോമഡി സൈഡ് എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇതിൻ്റെ ഒരു എന്താണ് സത്യാവസ്ഥ എന്ന് ഇത് അറിയിക്കാൻ ആരും ശ്രമിക്കാറില്ല. നമ്മൾ പ്ലേയേഴ്സ് തന്നെ പലപ്പോഴും പറയേണ്ട അവസ്ഥയാണ്, ഇങ്ങനെയാണ്. മീഡിയ കുറച്ചുകൂടി അവർക്ക് സപ്പോർട്ട് തരണം. ഈ എന്താണ് CCL ഇതിൻ്റെ റൂൾസ് എന്താണ്, ഇങ്ങനത്തെ കുറച്ച് കൊടുത്താൽ നമുക്ക് കുറച്ച് സപ്പോർട്ട് കിട്ടും. കാരണം ഇത് മനുഷ്യന്മാർ തന്നെയാണ് ഇവിടെ കളിക്കുന്നത്. മെൻ്റലി നമുക്കൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല പെർഫോമൻസ് മുന്നോട്ട് വരും. ബാക്കപ്പ് ഉണ്ടെങ്കിലാണ് നമുക്കും നല്ലത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് എതിർ ടീമിനോട് മാത്രമല്ല നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്, നമ്മുടെ നാട്ടുകാരോടാണ് ഫൈറ്റ് ചെയ്യുന്നത്, സോഷ്യൽ മീഡിയയോടും. ആ പ്രഷർ എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. ഇപ്പം ആക്ടേഴ്സ് വരുമ്പോൾ ഇതിൽ ഇഞ്ചുറി വരുന്നത് എല്ലാവർക്കും പേടിയാണ്. കാരണം ഇത്ര എളുപ്പമുള്ള കാര്യമല്ല സ്വിച്ച് ബോർഡിൽ കളിക്കുക എന്നുള്ള സംഭവം. അപ്പോൾ ആ ഇഞ്ചുറിയൊക്കെ മൈൻഡ് ചെയ്യാനാണ് പലരും വരുന്നത്, റിസ്ക് എടുത്താണ് വരുന്നത്. അപ്പം കുറച്ച് ചെറിയ അപ്രീസിയേഷൻ തന്ന് കൂടുതൽ സപ്പോർട്ട് തന്നാൽ ഒരുപക്ഷെ ടീം ഒരുപാട് മുന്നോട്ട് പോകും. കേരളത്തിന് അഭിമാനമുള്ള രീതിയിൽ ടീം മുന്നോട്ട് വരുന്നതാണ് എൻ്റെ വിശ്വാസം. സഞ്ജു ആൻഡ് പ്രശാന്ത് ലേറ്റായിട്ട് വന്നു. ബട്ട് ദേ ആർ ഓൾമോസ്റ്റ് എന്താ പറയുക, പ്രശാന്തൊക്കെ എല്ലാ സീസണിലും സഞ്ജു കളിച്ചിട്ട് വൺ ഓഫ് വെരി ഇമ്പോർട്ടൻറ്റ് പ്ലേയേഴ്സ്. സഞ്ജുവിന് ഒരു റിസ്റ്റ് ഇഞ്ചുറി ഒക്കെ ഉണ്ടായിരുന്നു, ഇഞ്ചുറിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയാം. സോ ഇത് എല്ലാവരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഒരു പേഴ്സണൽ റിസ്ക് എടുത്തിട്ട് കൂടിയാണ്. പ്രൈമറിലി ബിക്കോസ് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഐ തിങ്ക് എന്നെ സംബന്ധിച്ച് ഇഫ് ഐ ക്യാൻ സ്പീക്ക്, നമ്മൾ ഈ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒരു ലൂപ്പും ഒരു കൈൻഡ് ഓഫ് ബോർഡും നമ്മൾ ഫീൽ ചെയ്യും. ലൈക്ക് ഒരു മൊണോട്ടണസ് ലൈഫ്. സിനിമ ഭയങ്കര എക്സൈറ്റിംഗ് ആണെങ്കിലും അതിലും ഒരു മൊണോട്ടണസ് സ്പേസ് ഉണ്ട്. ഞാൻ സ്പോർട്സും ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇത്തരത്തിലൊരു കൂട്ടുകെട്ടിലിരിക്കുമ്പോൾ ദർ ഈസ് എ വെരി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് റിഫ്രഷ്മെൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ജസ്റ്റ് ആഡിങ് ടു ദ ക്വസ്റ്റ്യൻ, ഈ ട്രോളിംഗ് ഒക്കെ എപ്പോഴും സോഷ്യൽ സ്പേസിലല്ല, ലൈഫിൽ തന്നെ വിജയിക്കുന്നതിനെ ആരും ട്രോൾ ചെയ്യില്ല, പരാജയപ്പെട്ടെന്ന് എല്ലാവരും ട്രോൾ ചെയ്യും. അപ്പോൾ കേരള സ്ട്രൈക്കേഴ്സ് ഒരു ട്രോഫി എടുത്തു കഴിഞ്ഞാൽ ട്രോളിംഗ് കൂടെ നിൽക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ തിങ്ക് ഫോർ ഓൾ ദി പ്ലേയേഴ്സ് ഹു ഹാവ് പാർട്ടിസിപ്പേറ്റഡ്, കേരള സ്ട്രൈക്കേഴ്സിന് വേണ്ടി പണ്ട് ഫീൽഡിൽ ഇറങ്ങിയ എല്ലാ താരങ്ങളും അല്ലെങ്കിൽ എല്ലാ പ്ലേയേഴ്സും, അതായത് ആൻഡ് ടീം മാനേജ്മെൻറ്റും മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ടൂർണമെൻറ്റ് നമ്മൾ കുറച്ച് വാശിയേറിയ സ്പേസിലാണ് കളിക്കുന്നത്. അപ്പോൾ ആ ഡിസിപ്ലിനും ആ ഒരു ഇൻറ്റൻറ്റും നിങ്ങൾ ആദ്യത്തെ മാച്ചിൽ കണ്ടിട്ടുണ്ട്. രണ്ടാമത്തെ കളിയിലും നമുക്ക് എല്ലാവർക്കും, എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു ക്യാപ്റ്റൻഷിപ്പ് മെസ്സേജിങ് ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല. ബിക്കോസ് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം ഈ ടൂർണമെൻറ്റ് ജയിച്ചേ മതിയാവും. അതിന് വേണ്ടിയിട്ടുള്ള ജെന്യുവൻ എഫേർട്ട്. ഈ ടൂർണമെൻറ്റ് എന്താവുമെന്ന് എനിക്കൊന്നും മുന്നോട്ട് പറയാൻ പറ്റില്ല. ബട്ട് യു വിൽ ഡെഫിനറ്റ്ലി ഫൈൻഡ് വെരി കോമ്പറ്റേറ്റീവ് ക്രിക്കറ്റ്. അത് ഈ കഴിഞ്ഞ കളിയിൽ പല സ്റ്റേജസിലും ടീം ബോളിംഗ് ചെയ്യാൻ വന്നപ്പോഴും കുറച്ച് റണ്ണ് പോയപ്പോഴും ക്യാച്ചസും ഫീൽഡിങ്ങും ഇറ്റ് വാസ് എക്സലൻറ്റ്. ഞാനതാ പറയുന്നത്. ദറ്റ് ഈസ് നമുക്ക് ചിലപ്പോൾ വളരെ സ്കോർ ബോർഡിൽ കാണുന്ന കാര്യത്തിനേക്കാളും കൂടുതൽ ഉണ്ട് ആസ് എ ടീം. ഞാൻ പറഞ്ഞു, ഒരു റണ്ണും ഒരു 4 ക്യാച്ചസും അല്ലെങ്കിൽ ഒരു ഫീൽഡിങ് സെറ്റപ്പിലും അല്ലെങ്കിൽ പ്രോപ്പർ ഗൈഡൻസ് തന്നെ ഉണ്ട്. സോ ക്രിക്കറ്റ് ബീങ് എ ടീം ഗെയിം, അത് ടീമിലെ എല്ലാവർക്കും ഒരേപോലെയാണ് സക്സസും അല്ലെങ്കിൽ അപ്രീസിയേഷനും കൊടുക്കേണ്ടത്. ലോസ് വന്നാലും അല്ലെങ്കിൽ തോൽവി വന്നാലും നമ്മളെല്ലാവരും ഒരേപോലെ അത് ഏറ്റെടുക്കും. ഹലോ, ഷാരിഖിനോടാണ്. ക്രിക്കറ്റ് വലിയൊരു പാഷനായിരുന്നു ലൈഫിൽ. അപ്പം CCL ത്രൂ യു ബീൻ ആൻ ഇംപെക്കബിൾ പ്ലെയർ ത്രൂ ദ സീസൺ.
സോ ആ ഒരു ഡ്രീം CCL ത്രൂ അച്ചീവ് ആവുമെന്ന് തോന്നുമ്പോൾ വാട്ട് യു ഫീൽ ലൈക്ക്? ഹായ്, ഒരുപാട് സന്തോഷമുണ്ട്. ഈ പറഞ്ഞ പോലെ CCL കളിക്കണം, അല്ലെങ്കിൽ സ്ട്രൈക്കേഴ്സിനും കേരള സ്ട്രൈക്കേഴ്സിന് വേണ്ടി കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ പറഞ്ഞ പോലെ 2012 മുതൽ നമ്മളെല്ലാവരും കാണുന്ന ഒരു സീരീസും അല്ലെങ്കിൽ ടൂർണമെൻറ്റുകളൊക്കെയാണ് CCL. അപ്പോൾ ആ സമയം മുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയം ഈ പറഞ്ഞ പോലെ സിനിമയോ അഭിനയമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ടൈമിൽ മുതൽ നമുക്ക് അഭിനയം വന്നു, സിനിമയിൽ കയറി. അപ്പോൾ മുതൽ ഭയങ്കര ആഗ്രഹമാണ് സ്ട്രൈക്കേഴ്സിന് വേണ്ടി കളിക്കാനുള്ളത്. അപ്പോഴും ഈ പറഞ്ഞ പോലെ കുറേ കാറ്റഗറി ഇഷ്യൂസ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള സിനിമകളൊക്കെ കിട്ടിയപ്പോൾ ഒരു ചാൻസ് കിട്ടി. ഇതിൽ പ്രാക്ടീസിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ആക്ച്വലി 2024 എനിക്ക് ഇതേപോലെ അറ്റൻഡ് ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടിയായിരുന്നു. പക്ഷെ അന്ന് എൻ്റെ കല്യാണം വരുന്നത് കാരണം അന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത്തവണ കറക്റ്റായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ CCF കളിക്കണമെന്ന് തന്നെ എല്ലാവരും അറിയാം. അർജുനായാലും പ്രശാന്ത് ഏട്ടനായാലും ഞാൻ ഒരിക്കലൊക്കെ മെസ്സേജ് അയക്കാം, ചേട്ടൻ എന്തെങ്കിലും നമുക്ക് പറ്റിയ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ കിട്ടുമോ. അപ്പോൾ പറഞ്ഞു പ്രാക്ടീസ് മാച്ചിന് വരാൻ പറഞ്ഞു. അങ്ങനെ പ്രാക്ടീസിന് വന്നു, കളിച്ചു, നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് തോന്നണു. അപ്പോൾ അതുകൊണ്ട് ടീമിൽ എത്തിപ്പെടാൻ പറ്റി. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരു IPL പോലത്തെ ഒരു പരിപാടിയാണ് നമുക്ക് അവിടെ പോകുമ്പോൾ കിട്ടുന്നത് ഫീലും. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു കേരള സ്ട്രൈക്കേഴ്സ് ടീം ആൻഡ് ക്യാപ്റ്റൻ മാം, എല്ലാവരോടും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ചേട്ടൻ ഫസ്റ്റ് സീസൺ മുതലുണ്ട്. അപ്പം അവിടുന്ന് ഈ ജേർണി ഇങ്ങനെ നോക്കി കാണുന്നു. അതായത് ഫസ്റ്റ് സീസൺ മുതൽ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നു, ഇപ്പോൾ ഈ സീസണായി. അപ്പം ഒരുപാട് പ്ലേയേഴ്സിൻ്റെ കൂടെ പഴയ ലാലേട്ടൻ്റെ അടക്കം ഉൾപ്പെടെ കളിച്ചിട്ടാണ് വന്നത്. അപ്പം ആ ടീമും ഫസ്റ്റ് ടീമും ഈ ടീമും കൂടി നോക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് മനസ്സിൽ തോന്നുന്നത്? ആ ഒരു ജേർണി എങ്ങനെയാണ്? അല്ല, എനിക്ക് എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ഞാൻ പേഴ്സണലി ഏറ്റവും അധികം എൻജോയ് ചെയ്യുന്നത് ഒരു വർഷത്തെ ഒരു സീസൺ CCL എന്ന് പറയുന്നത് ആ ഒരു വർഷത്തെ ഒരു എനർജിയാണ്. കാര്യം തുടക്കം മുതൽ നമുക്കുണ്ട്. അന്ന് മുതൽ 16 പേരിൽ 20 പേര് ടീമിലുണ്ടെങ്കിൽ ആ 11 പേര് കഴിഞ്ഞാൽ 9 പേരുടെ സപ്പോർട്ടാണ് നേരത്തെ ഉണ്ണി പറഞ്ഞ പോലെ ആ ടീമിൻ്റെ ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സപ്പോർട്ടും ആ മോട്ടിവേഷനുമാണ് അന്ന് മുതൽ ഇന്ന് വരെ ടീമിനെ നിലനിർത്തുക എന്ന് പറയുന്നത്. കാര്യം ഒരു ടെൻഷനും ഇല്ലാതെ നമ്മൾ ഇത്രയും വർഷം ജേർണി ചെയ്തു. ഇപ്പോൾ ഇവരാണെങ്കിൽ പോലും ബുദ്ധിച്ചേച്ചി ആണെങ്കിലും രാജ്കുമാർ സാർ ആണെങ്കിലും പോലും ഇപ്പോഴും കുറേ വർഷമായിട്ട് സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് ആ ടീമിനോടുള്ള ഇഷ്ടവും ക്രിക്കറ്റിനോടുള്ള ഇഷ്ടവും. ഇപ്പോൾ ഉണ്ണി ക്യാപ്റ്റനായിരിക്കുന്നു. അപ്പോൾ ഉണ്ണി ഇപ്രാവശ്യം ക്യാപ്റ്റനപ്പോൾ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഉണ്ണി എല്ലാ പ്ലേയേഴ്സിനോടും വളരെയധികം റെസ്പെക്റ്റ് ചെയ്ത് സംസാരിക്കുന്ന ഒരാളാണ്. ആർക്കും ടെൻഷൻ കൊടുത്തിട്ടില്ല. കാരണം ആ റെസ്പെക്റ്റ് തിരിച്ചും എല്ലാവരും കൊടുക്കുന്നുണ്ട്. ആ ഒരു യൂണിറ്റ് ടീമിനുണ്ട്, ഒരു ടെൻഷനും ടീമില്ല. കാര്യം ഫസ്റ്റ് സീസണിലൊക്കെ വിവേകോപനൊക്കെ വരുമ്പം ചെന്നൈയുടെ കളിയിൽ ലാസ്റ്റ് ഓവറാണ് വിവേക് ഭയങ്കര ടെൻഷൻ എടുത്താണ് ബൗൾ ചെയ്തതും. അപ്പോൾ അന്നത്തെ വിവേകല്ലേ ഇന്നത്തെ വിവേക് എന്ന് പറയുന്നത്, അന്നത്തെ മദനല്ലേ ഇന്നത്തെ മദൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം നമ്മുടെ കൂടി എല്ലാവരും പുതിയ പിള്ളേരൊക്കെ ആണെങ്കിലും വളരെയധികം പോസിറ്റീവായിട്ട് എനർജി തരുന്ന ആൾക്കാർ. അപ്പം നമുക്ക് ആർക്കും ഒരു പ്രഷറില്ല. ഇത്രയും വർഷത്തിനിടയ്ക്ക് പ്രഷറില്ലാതെ വളരെ ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു ടീമായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് അത് ഉണ്ണി, അതുപോലെ മദൻ, ബാക്കി എല്ലാവരും വളരെ ജോയിൻ ചെയ്തു. പുതിയ പ്ലേയേഴ്സ് നന്നായിട്ട് പോകുന്നു. അപ്പോൾ ഒരു ഒത്തൊരുമ വളരെയധികം ഉണ്ട്. അതിൻ്റെ ഒരു ഹാപ്പിനെസ് ടീമിനുണ്ട്. പിന്നെ ബില്ലിച്ചേച്ചിയാണെങ്കിലും രാജ്കുമാർ സാറൊക്കെ ആണെങ്കിലും പോലും എല്ലാവരും വളരെയധികം സഹകരിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും നമ്മൾ കപ്പിൽ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. അപ്പോൾ മീഡിയയ്ക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. കാര്യം ഇപ്രാവശ്യം ഒരുപാട് റൂൾസൊക്കെ ഇപ്പോൾ അഖിൽ അങ്ങനെ ഒരു റിവ്യൂ പറഞ്ഞു അതിനെക്കുറിച്ച്. ഇത്രയും നാളായിട്ട് അറിയാത്ത കുറേ കാര്യങ്ങൾ മീഡിയ അതിലൂടെ അറിയിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. കാര്യം ഇനിയിപ്പോൾ കോയമ്പത്തൂരാണ് മാച്ച് നടക്കാൻ പോകുന്നത്. പറ്റുവാണെങ്കിൽ പരമാവധി എല്ലാവരും എത്തുക. താങ്ക് യു. എങ്ങനെയാണ് ഈ കേരള സ്ട്രൈക്കേഴ്സിനുള്ള ഈ ഒരു ജേർണി നോക്കി കാണുന്നത്? ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് ലൈഫിൽ ഒരുപാട് കാലത്തെ ഒരു സ്വപ്നമാണ് സത്യത്തിൽ കേരള സ്ട്രൈക്കേഴ്സിൽ കളിക്കുക എന്നുള്ളത്. എല്ലാവരും പക്ഷേ ഇവിടെ ഇരിക്കുന്ന പലരും പുതിയ ടീമിൽ വന്ന് എല്ലാവരുടെ ആഗ്രഹം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം. ഞാനും നമ്മൾ നേരത്തെ CCFിൻ്റെ ഭാഗമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ബിഗ് ബോസ് വിന്നിങ്ങിന് ശേഷം ഇപ്രാവശ്യത്തെ ക്രൈറ്റീരിയയിൽ ബിഗ് ബോസ് വിന്നേഴ്സിനെയൊക്കെ ആഡ് ചെയ്യാമെന്ന് പോകുന്ന ക്രൈറ്റീരിയ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ നമ്മൾ ശ്രീനാഥ്, ഗോകുൽ ഇവരൊക്കെ നമ്മൾ നേരത്തെ കളിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ
അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. കഴിഞ്ഞ 4 മാസമായിട്ട് എനിക്ക് ഓഗസ്റ്റിൽ കഴിഞ്ഞ 2025 ഓഗസ്റ്റിലാണ് നമ്മുടെ ഗ്രൂപ്പ് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ഗ്രൂപ്പ് വരുന്നത്. അന്നു മുതൽ നമ്മൾക്കൊക്കെ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ടൂർണമെൻറ്റ് എപ്പോൾ അനൗൺസ് ചെയ്താലും ഇത്തവണ കപ്പടിക്കണം. അപ്പോൾ കപ്പടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനകത്ത് ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മൾ ആത്മാർത്ഥമായി പരിശീലിക്കുക, നമ്മുടെ എറേഴ്സ് നമ്മൾ മാക്സിമം കട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ അന്ന് മുതൽ ഈ നിമിഷം വരെ ആത്മാർത്ഥമായി തന്നെയാണ് ഞങ്ങളെല്ലാവരും, അത് ഒരാളെ പറയുന്നില്ല, എല്ലാവരും. ഇതിനകത്ത് ഇപ്പം നമ്മുടെ സഞ്ജുവിന് കൈക്ക് പരിക്ക് പറ്റി, ജീന് ഒരു റിട്ടേൺ ഒരു അടി കിട്ടി, നെറ്റിയിൽ ഒരു 11 സ്റ്റിച്ച് ഇടയ്ക്ക് വീണു. അപ്പോൾ ഇതൊക്കെ സീരിയസ്ലി ഇവരെല്ലാം ആക്ടേഴ്സാണ്, ഇവരെല്ലാം റെഗുലർ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, ഇവരുടെ കരിയറിനെ ബാധിക്കാം. പക്ഷേ അതൊന്നും അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാളെല്ലാം ഉപരി ക്രിക്കറ്റിനെ അത്ര സ്നേഹിക്കുന്നുണ്ടും കേരള സ്ട്രൈക്കേഴ്സ് എന്ന ടീം കപ്പടിക്കാൻ ആഗ്രഹമുണ്ടും ഉണ്ണി ആയാലും ഒരു ഇന്ത്യയിലെ തന്നെ ഒരു വൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അതായത് നരേന്ദ്രമോദിയുടെ ബയോപിക്ക് ചെയ്യുന്ന ഒരു ആക്ടറാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ അവരോട് പറയുകയാണ് കേരള സ്ട്രൈക്കേഴ്സിന് വേണ്ടിയിട്ട് എനിക്ക് സ്പേസ് തരണം, ഈ 1 മന്ത് ഞാൻ ഉണ്ടാവില്ല എന്ന് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ക്യാപ്റ്റൻസി എടുക്കാൻ വരുന്നു. ഞങ്ങൾ ഓരോ പ്ലേയേഴ്സിനും വേണ്ടിയിട്ട് പുള്ളി എടുത്തേക്കുന്ന എഫേർട്ട് ഉണ്ട്. ഞാൻ അന്നേരം പറഞ്ഞു നരേന്ദ്രമോദിയുടെ ബയോപിക്ക് ചെയ്യാൻ 100% യോഗ്യനാണ് എന്ന് ഞാൻ പറഞ്ഞത്. സീരിയസ്ലി നമ്മുടെ ടീമിൽ ഓരോരുത്തർക്കും അറിയാം എന്താണ് ക്യാപ്റ്റൻ ഉണ്ണി മുകുന്ദൻ എന്നത്. ഇരിക്കുന്ന മദനറിയാം, എനിക്കറിയാം, ടീമിൽ ഓരോരുത്തർക്കും അറിയാം. അത്രയും ആത്മാർത്ഥമായിട്ട് തന്നെ ഈ ടീമിൻ്റെ ഒപ്പം നിന്നു, അത് ഗ്രൗണ്ടിലും കാണിച്ചു എന്നുള്ളതാണ് അതൊരു സന്തോഷം. അതുകൊണ്ട് തന്നെ ജേണിയിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പം ഞാൻ ഉണ്ണി പറഞ്ഞതുപോലെ എനിക്ക് 12ാമനായിട്ടാണ് കളിക്കാൻ പറ്റിയത്. പക്ഷേ അവിടെ നമുക്ക് കുറേ റൺസ് സേവ് ചെയ്യാൻ പറ്റി. ആസ് എ ഫീൽഡർ ടീമിന് വേണ്ടി ചെയ്യാൻ പറ്റി. അവിടെ കൃത്യസമയത്ത് പ്ലേയേഴ്സ് വീണ് പോകാതെ വെള്ളം കൊണ്ട് കൊടുത്ത നമ്മുടെ ഓരോ പ്ലേയേഴ്സും 11 കളിക്കാരെ മാക്സിമം ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഡഗ്ഔട്ടിൽ ഓരോരുത്തരും ടീമിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇതാണ് സന്തോഷം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പ്രചോദനത്തിൻ്റെ ആ ഒരു റൺസിന് ഒരുപാട് മൂല്യമുണ്ടെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞത്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നെക്സ്റ്റ് മാച്ച് കാണാൻ വരണം. കോയമ്പത്തൂരിൽ നടക്കുന്ന മത്സരം പരമാവധി കാണാൻ പറ്റുന്നവർ വന്ന് കാണണം. TV-യിൽ കാണാൻ പറ്റുന്നവർ മാക്സിമം ഹോട്ട്സ്റ്റാറിൽ കാണണം. സോഷ്യൽ മീഡിയ വഴി നമ്മളെ പരിഹസിക്കാൻ ഒരുപാട് ടീം എതിരെ ഉണ്ടെന്നേ, നിങ്ങളായിട്ട് പരിഹസിക്കുന്നത്. ബാക്കിയുള്ളവരുടെ പരിഹാസമൊക്കെ കേരള സ്ട്രൈക്കേഴ്സ് കുറേ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവരത് പറയട്ടെ. അപ്പം മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യൂ. ഇത് ക്രിക്കറ്റേഴ്സിൻ്റെ ക്രിക്കറ്റ് കളിയല്ല, ഇത് മറ്റ് മേഖലകളിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള, മറ്റ് മേഖലകളിൽ പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ ക്രിക്കറ്റ് കളിക്കുകയാണ്. ആ ധാരണയിൽ ക്രിക്കറ്റ് കളി കണ്ട് പരമാവധി സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം കപ്പടിക്കാൻ വേണ്ടി ഉണ്ടാവും. നിങ്ങൾ ഓരോരുത്തരും നമ്മളെയൊക്കെ സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. താങ്ക് യു. ടീമിൻ്റെ കറന്റ് പൊസിഷൻ മുമ്പോട്ടാക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടോ? കപ്പ് പിടിച്ചൊക്കെ ജയിച്ചാൽ പോലെ കോൺഫിഡൻ്റാ കപ്പടി ഒരു സംശയം വേണം. കപ്പടിച്ചിട്ട് ഇതേവനെ കൂടെ വന്നിരിക്കും, കണ്ട അവിടെ ട്രോഫി ഇരിക്കും. ഉറപ്പാണോ? ഉറപ്പാണ്. Any more questions? ഉണ്ടോ ആരെങ്കിലും? Okay, well, yeah. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻ ടു മാഡി. ഗ്രേറ്റ് ഇന്നിങ്സ് ആയിരുന്നു. 74 എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര റൊമാൻസ് അത് ഒരു കളിയായിരുന്നു, നൈസായിരുന്നു. ഈ 2020 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 6 അടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമാണ് 2020 മാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ താങ്കളുടെ ഒരു ഓരോ 6ഉം ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ടീമിന്. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഞാൻ ഭയങ്കര ക്രിക്കറ്റ് ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഫീലായിരുന്നു ആ ഒരു ഇന്നിങ്സ്. സോ കൺഗ്രാറ്റുലേഷൻ. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ആ ഒരു ഇന്നിങ്സിനെ പറ്റി? നമസ്കാരം. ആദ്യമായിട്ട് ഞാനൊരു ഏകദേശം ഒരു 8 വർഷത്തിൻ്റെ ബ്രേക്കിന് ശേഷമാണ് ടീമിൽ വരുന്നത്. ഏകദേശം എൻ്റെ മനസ്സിൽ വേറെ ഒന്നുമില്ലായിരുന്നു, കാരണം കോൺട്രിബ്യൂട്ട് ചെയ്യുക ടീമിന് വേണ്ടി. 8 വർഷം ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് കാണിക്കണമെന്നൊരു വാശിയുണ്ടായിരുന്നു എനിക്ക്. അത് പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ആ കോൺട്രിബ്യൂഷനിൽ ടീം ജയിച്ചു. നമ്മൾ ഇങ്ങനൊരു വിക്ടറി എനിക്ക് തോന്നുന്നു CCL കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. ഇത്രയും റൺ ചേസ് ചെയ്ത് നമ്മൾ ജയിക്കുന്നത്. പിന്നെ T10 ഫോർമാറ്റ് ആയിരുന്നു നമുക്ക് കഴിഞ്ഞ 2-3 വർഷം, 3-4 വർഷം. T20 നമ്മൾ എപ്പോഴും നല്ലൊരു ടീമെന്നാണ് എൻ്റെ വിശ്വാസം, കേരള സ്ട്രൈക്കേഴ്സ്. കാരണം കുറച്ചും കൂടെ പ്ലേയേഴ്സ്, നമുക്ക് കുറച്ച് ക്ഷമയുള്ള പ്ലേയേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞ രാജ്യവേട്ടം കളിക്കുമ്പോഴായാലും കുറച്ച് സമയമെടുത്ത് കളിക്കുന്ന പ്ലേയേഴ്സാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ നല്ല ടീമാണ്. മാച്ചിൻ്റെ കാര്യം പറയുമ്പോൾ
കുറച്ച് റണ്ണ് കൂടുതൽ കൊടുത്തു ഫസ്റ്റ് ഓഫ് ഓൾ. സെക്കൻഡ് ബാറ്റിങ്ങിൽ നമുക്കൊരു പ്രതീക്ഷ സ്റ്റാർട്ട് കിട്ടി. 6 ഓവർ 6 ഓവേഴ്സ് പവർ പ്ലേയിൽ 50ക്ക് അടുപ്പിച്ച് വന്നായിരുന്നു. അപ്പം നോട്ട് എ ബാഡ് സ്റ്റാർട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് 2 വിക്കറ്റ് പെട്ടെന്ന് പോയി. ലാസ്റ്റ് 9 ഓവറിൽ നമുക്ക് ജയിക്കാൻ 116 റൺ എന്തോ വേണം. അവിടെ നിന്ന് സത്യം പറഞ്ഞാൽ ഞാനും പ്രതീക്ഷിച്ചില്ല ജയിക്കുമെന്ന്. ഒരു ട്രൈ എന്തായാലും ട്രൈ നടത്തി നോക്കാമെന്ന് വിചാരിച്ചു. നല്ല ബാറ്റിംഗ് പാരഡൈസ് ആയിരുന്നു. വിക്കറ്റ് നല്ല വിക്കറ്റായിരുന്നു. ബാറ്റിങ്ങിന് നല്ല സുഖമായിട്ടുള്ള വിക്കറ്റായിരുന്നു. പിന്നെ ഡ്യൂ കണ്ടീഷൻസും സെക്കൻഡ് ബാറ്റ് ചെയ്യാൻ കുറച്ച് പ്രയോജനപ്പെട്ടു. പിന്നെ നല്ല രീതിയിൽ ഫിനിഷായി. ഇത് പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞ പോലെ പ്രചോദനന്റെ സിംഗിളിന് ഒരു എന്താ പറയാൻ മാൻ ഓഫ് ദി മാച്ചിനെയും കാട്ടി ഞാൻ വിശ്വസിക്കുന്നത് മാൻ ഓഫ് ദി മാച്ച് പ്രചോദനം കൊടുക്കണമെന്നാണ്. ഒരിക്കലും മോശം ചെയ്തുകൊണ്ടല്ല, പക്ഷേ ഹി ഡിസേർവ്സ്. കാരണം ആ സിറ്റുവേഷനിൽ 2 ഓവർ 14 എ കാറ്റഗറിയായ വിക്കിയാണ് ഔട്ടായത്. അപ്പം തൊട്ട് മുമ്പത്തെ ചെന്നൈ തോറ്റതിൻ്റെ റീസൺസും ഏകദേശം ഇതേവിടെയാണ്. വിക്കി വിവേക് ഔട്ടാകുമ്പം 2 ഓവറിൽ നമുക്ക് 11 ബോളിൽ 14 അപ്പം വിക്കി പോയതിന് അടുത്തിന് മണിക്കൂട്ടനും പ്രചോദനമാണ് വരുന്നത്. അപ്പം അവർക്ക് എന്തായാലും എനിക്ക് ഒരു കാര്യം ഉറപ്പായിട്ടുണ്ടായിരുന്നു, അവർ മനസ്സിടും, എന്തായാലും ട്രൈ ചെയ്യും. മണിക്കൂട്ടൻ ഔട്ടായി. പക്ഷെ ആ പ്രചോദനൻ 9ാമത്തെ ബോളിൽ, അതായത് ആ 4ാമത്തെ ബോളിൽ ഓവറിൽ ആ ഒരു സിംഗിൾ കിട്ടിയില്ലായിരുന്നെങ്കിൽ ആ ഒരു നെക്സ്റ്റ് ബോൾ 4 വരൂലായിരുന്നു. എനിക്ക് അടുത്ത് സ്ട്രൈക്കും എടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം ദൈവം സഹായിച്ച് എല്ലാം നല്ല രീതിയിൽ പോയി. വളരെ സന്തോഷമുണ്ട്. ഈ മൊമെൻറ്റം ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. നമ്മൾ ഈ പറഞ്ഞ എല്ലാവരും നല്ല പ്രതീക്ഷയിലാണ് കപ്പടിക്കുന്നതാണ് വിശ്വസിക്കുന്നത്. താങ്ക് യു. ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? Then we'll move on to the photo opportunity. നമുക്ക് ഒരു ഫോട്ടോ എടുക്കാനുള്ള അതെടുത്ത് മാറ്റാം. ഞാൻ അങ്ങോട്ടായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ആഗ്രഹം തോന്നിയ കാര്യം, കുറെ കാലമായിട്ട് പറയാൻ തോന്നിയിട്ടുള്ള കാര്യമാണ്. ഈ ടീമിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഞാൻ ഈ സിനിമയിൽ വന്ന കാലം മുതൽ, അതിനു മുമ്പേ ക്രിക്കറ്റ് കളിക്കണമെന്ന് ആഗ്രഹമായിട്ട് നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ ഒരു വലിയൊരു കാലഘട്ടമുണ്ട്. ഇത് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചെടുത്ത് നമ്മൾ സിനിമയിലേക്ക് വരുന്നു. സിനിമ ഇതിന് വഴി തുറന്നു വരുന്നു. അന്ന് CCL ടീമിൽ കയറാൻ വേണ്ടി പോയി, നമുക്ക് സെലക്ഷൻ കിട്ടിയില്ല. അന്ന് ഞാൻ വിഷമിച്ച് തിരിച്ച് യാത്ര ചെയ്തൊരു വണ്ടിയിൽ വരുമ്പോൾ ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷെ അന്ന് മുതലുള്ള ഒരു ആഗ്രഹമാണ് CCL ടീമിൽ വരണം. അങ്ങനെ ആ ടീമിലെത്തി 2017 ഞാൻ ആദ്യമായിട്ട് CCL ടീമിൽ കളിക്കുന്നത്. ആ ഒരു ജേർണി എന്ന് പറയുന്നത് അവിടെ നിന്ന് ഇവിടം വരെ ഒരു ജേർണി. ഈ കഴിഞ്ഞ 1 വർഷം നമ്മൾ കാത്തിരിക്കുന്നത് ഈ ഒരു 30 ദിവസത്തിന് വേണ്ടിയിട്ടായിരിക്കും. ഈ 30 ദിവസത്തിൽ എപ്പോഴെങ്കിലും കളിയാൻ പറ്റും. ഇത്രയും പേര് ഒരുമിച്ച് വരുന്നത് ഭയങ്കര രസകരമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് എല്ലാം സാക്രിഫൈസ് ചെയ്തിരിക്കും തോന്നുന്നത് ഇത്രയും പേരോട് വരുന്നത് ഇത് വേണ്ടി മാത്രമാണ്. ആൻഡ് ഇതിനകത്തുനിന്ന് നമുക്ക് അനുഭവിക്കുന്ന ചില വിഷമങ്ങളോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ 2 സീസൺ നമുക്ക് CCL കേരള സ്ട്രൈക്കേഴ്സിന് വളരെ മോശം ഒരു സമയമായിരുന്നു. ആ സമയത്ത് ഏറ്റവും കൂടുതൽ പെയിൻ അനുഭവിച്ചിട്ടുള്ളത് ഈ ഞങ്ങളാണ്. പക്ഷെ പുറത്തുനിന്ന് ഓരോരുത്തർ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴും അങ്ങനെ പറയുമ്പോഴും ഇങ്ങനെ പറയുമ്പോഴും ഇത്രയും ഇമോഷണൽ ആയിട്ടുള്ള വലിയ മാച്ചോ മാന്മാരെ ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര മാച്ചോസാണ്, ഭയങ്കര മസിലുള്ള ഭയങ്കര സ്ട്രോങ് ആൾക്കാരെന്ന് പറയപ്പെടുന്ന ആൾക്കാർ കൊച്ചു പിള്ളേരെ പോലെ നിന്ന് കരയുന്നത് ഞങ്ങളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അത് നിങ്ങളെ ബാധിക്കുന്നതിനേക്കാൾ ഒരു 10 മടങ്ങ് 10 ഇരട്ടി നമ്മളെ ഗ്രൗണ്ടിൽ ഇറങ്ങി നിന്ന് അത് അനുഭവിക്കുമ്പോൾ ആ ക്രൗഡിനിടയിൽ നിന്ന് തോൽവി ഞങ്ങൾ ഏറ്റുവാങ്ങിക്കുകയാണ്. അത് അനുഭവിക്കുന്ന ഒരു വേദനയാണ്. അത് അതിഭീകരമാണ്. എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഓരോരുത്തരും എന്തുകൊണ്ട് ഇവിടെ കഴിഞ്ഞ സീസൺ കളിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇപ്പം ആദ്യമായിട്ട് വന്നവരാണെങ്കിലും അവരവരുടെ പേഴ്സണൽ അച്ചീവ്മെന്റ്സിന് വേണ്ടിയിട്ട് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെയോ പ്രൂവ് ചെയ്യണം ഇത് ഫോർ ദ ടീം. ഇപ്പം ജീൻ്റെ ഇഞ്ചുറി പറഞ്ഞു. ജീൻ്റെ ഇഞ്ചുറി ഞാൻ വലിയ വലിയ മാച്ചസിലൊക്കെ വലിയ വലിയ പ്ലേയേഴ്സിനൊക്കെ അങ്ങനെ ഇഞ്ചുറി വന്നിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിലും വളരെ ശൗര്യത്തോട് മനസ്സിലാവാത്തോണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ അത് ആ ബോള് ജീൻ്റെ ഹിറ്റ് ചെയ്തപ്പോൾ ഞാൻ ഓടിപ്പോയി നോക്കി. ആദ്യം ഒന്ന് നോക്കി, ഞാനൊന്ന് മറന്നിട്ട് രണ്ടാമത് ഞാൻ നോക്കിയത് പണ്ട് എനിക്ക് ചോര കണ്ട തല ഇറങ്ങിയിരുന്നു. ഇപ്പൊ തല ഇറങ്ങുമെന്ന് അറിയാൻ വേണ്ടി നോക്കിയത്. പക്ഷെ ഇപ്പൊ തല ഇറങ്ങിയില്ല. പക്ഷെ അതിഭീകരമായിട്ട് ബ്ലീഡ് ചെയ്യും. ആ മാച്ച് നടക്കുന്ന ആ എൻ്റയർ ടെന്യൂറിൽ ജീൻ പോയിട്ട് ജീൻ്റെ ചോര അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു ആ പിച്ചിൽ. അപ്പൊ അയാള് അവിടുന്ന് ചാടി എഴുന്നേറ്റ് പുള്ളി ജീൻ പറയുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല ബ്രോ, ഓക്കെ ആണെന്ന്.
അവിടുന്ന് കൊണ്ടുപോയിട്ട് എനിക്കൊന്ന് 12 സ്റ്റിച്ച് എനിക്ക് തയ്യൽ മെഷീനെ കൊണ്ടുപോകുന്നത് അത്രയ്ക്ക്. അതേപോലെ ഓരോരുത്തരും എടുക്കുന്ന പെയിൻ ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും എടുക്കുന്ന എഫേർട്ട് ഉണ്ട്. നമ്മൾ ഇഞ്ചേർഡ് ആകുമ്പോഴും ഇപ്പൊ ഉണ്ണിയാണെങ്കിൽ ഉണ്ണി ഈ ടീമിൽ വന്ന് ഇപ്പം ഈ ഒരു വർഷം വന്നൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നി ചെറിയ പെർസ്പെക്റ്റീവിൽ ചെറിയ വ്യത്യാസമാണ്. ഇപ്പോൾ നമ്മളോട് പറയാ നിങ്ങൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അതായത് ഈ എല്ലാവരും ഭയങ്കര പ്ലേയേഴ്സോ കാര്യങ്ങളൊന്നും അല്ല, അത്ര എക്സൽ ചെയ്യുന്ന ആൾക്കാരൊന്നുമില്ല. വളരെ വല്ലപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്ന, അധികം സമയം കിട്ടാത്ത ആൾക്കാരാണ്. അപ്പോൾ ഈ വർഷം വന്നൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം സാധാരണ പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, എല്ലാവരും വലിയ വലിയ ടാസ്കുകളാണ് കൊടുക്കുന്നത്. പക്ഷെ ഇപ്രാവശ്യം പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നിങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുക. നമ്മൾ ഗ്രൗണ്ടിൽ 11 പേര് പോയി നിൽക്കുന്ന സമയത്ത് ഈ 11 പേർക്ക് ഇത്രയും സ്ഥലമുണ്ട്. നിങ്ങൾ ഏത് സ്ഥലം നിങ്ങൾ കാക്കും, നിങ്ങൾ ഒരു കാവൽക്കാരനെ പോലെ ഏത് സ്ഥലത്ത് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും അത് നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ വളരെ സിംപ്ലിഫൈഡ് ഒരു ടാസ്കുമായിട്ടാണ് നമ്മൾ പോകുന്നത്. ആൻഡ് ഇതിൻ്റെ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു ആ കപ്പടിച്ച് നമ്മൾ വരുന്ന ഒരു ഫീൽ ഉണ്ട് എത്രയോ നാളായിട്ട്. ഇപ്പം നമ്മൾ ഇന്നലെ ഞാൻ പ്രശാന്തേട്ടൻ ഇങ്ങനെ പോകല്ലോ, അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കൊണ്ടാകുന്ന ഒരു ട്രോമയുണ്ട്. ഇപ്പൊ നമ്മള് തിരുവനന്തപുരം എനിക്ക് ഗോകുലം പാർക്ക് എന്ന് പറയുന്ന ഹോട്ടലിന്റെ അടുത്തൂടെ പോകുമ്പോൾ എനിക്ക് നെഞ്ചിങ്ങനെ അടിക്കാൻ തോന്നും. കാരണം അവിടെ ഗ്രൗണ്ടിൽ വെച്ച് നമ്മൾ അത് മാച്ച് നഷ്ടപ്പെടുന്നതിന്റെ ഒരു ഇത്, അല്ലെങ്കിൽ ആ സ്റ്റേഡിയത്തിനടുത്തൂടെ പോകും. ഇപ്പൊ പഴയ പോലെ ഒരു മാച്ച് കണ്ടിട്ട് ഇന്ത്യൻ ടീം തോക്കുന്നതൊന്നും സഹിക്കാൻ പറ്റില്ല, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്നലെ പ്രശാന്തൻ പറയുന്നത് എന്തൊരു മ്യൂസിക് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്നൊരു പേടി വരുന്നത് പോലെ, കാരണം അത്രയ്ക്ക് ഞങ്ങളെ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരും ഞങ്ങളെ കുറ്റപ്പെടുത്തി ഞങ്ങളെ വിഷമിപ്പിക്കാൻ നോക്കുന്നുണ്ട്, അതിലേറെ വിഷമം ഞങ്ങൾക്കുണ്ട്. അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ആൻഡ് ഇത്രയും പേര് ഒരുപാട് പേര് ഞങ്ങൾ കൂടെ നിൽക്കുകയാണ്. ഞങ്ങൾ ആൻഡ് വിൽ ഹാവ് എ ബെസ്റ്റ് ഓഫ് അവർ ടൈം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്. ഞങ്ങൾ ഇനി അടിപൊളിയായിട്ട് ഞങ്ങൾ എൻജോയ് കേരള സ്ട്രൈക്കേഴ്സ് എന്ന ടീം വാട്ട് എവർ ഹാപ്പൻസ് ഞങ്ങൾ ഒരു ബ്രദർഹുഡാണ്, ഭയങ്കര രസമായിട്ട് ഞങ്ങൾ. ആദ്യം തന്നെ ഒരു വലിയ ക്ഷമാപണം ടീം മാനേജ്മെൻറ്റിനോടും ക്യാപ്റ്റനോടും. നിങ്ങളൊരു നീണ്ട യാത്ര കഴിഞ്ഞ് റൂമിലെത്തി ഡ്രസ്സ് മാറി നേരെ ഓടി വന്നാണ്. ഈ ടൈം ആയതുകൊണ്ട് ലേറ്റായി പോയതാണ്, അതിനൊരു ബിഗ് സോറി. എല്ലാവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. സ്ഥിരം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ 2 സീസണുകളിൽ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റിയത് ഒരേ ഒരു മാച്ചാണ്. പക്ഷേ ആ ഒരു മാച്ച് ജയിച്ചപ്പോൾ എത്ര ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്തോ അതിൻ്റെ എത്ര ഇരട്ടി ആൾക്കാർ നമുക്ക് കൈയടികളുമായിട്ട് വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. നമ്മളോട് കേരള സ്ട്രൈക്കേഴ്സ് എന്ന് പറയുന്ന ടീമിനോട് ഭയങ്കര ഇഷ്ടമുണ്ട്. പെർഫോം ചെയ്യാത്തപ്പോൾ ഒരു പ്രയാസം തോന്നുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അതിനുള്ള കാരണങ്ങൾ എല്ലാവർക്കും അറിയുന്നതായിരുന്നില്ല. കാരണം ഇതിനകത്തെ കാറ്റഗറി എ കാറ്റഗറി, ബി കാറ്റഗറി എന്ന് പറയുന്ന കാറ്റഗറി നിയമങ്ങളുണ്ട് കളിക്കാൻ ഇറങ്ങുമ്പോൾ. അപ്പം ഒരു ടീം ഗെയിം ആകുമ്പോൾ നമുക്ക് നന്നായി പ്ലാൻ ചെയ്തു പോയി കളിക്കുന്നതിന് നമ്മൾ ഒരു പ്ലാൻസ് ഉണ്ടാക്കും. പക്ഷേ ആ പ്ലാൻസ് ഏത് സമയവും തകർന്നു പോകാവുന്ന ഒരു നിയമാവലിയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോഴും ഉള്ളത്. ഈ വർഷം 2020 ആയപ്പോൾ കുറച്ചും കൂടെ നമുക്ക് കംഫർട്ടബിളായി. കാരണം നമ്മുടെ പ്ലെയേഴ്സിൻ്റെ സ്റ്റൈലിനെ സ്യൂട്ട് ചെയ്യുന്ന ഒരു ഫോർമാറ്റാണ് 2020. ഈ പ്രാവശ്യം നമ്മൾ പ്രാക്ടീസ് മാച്ചുകളൊക്കെ ഇത്രയും ചെയ്തു, അതിനകത്ത് ചോര വീണിട്ടുണ്ട്, മറ്റു പല ബുദ്ധിമുട്ടുകളും. അതൊക്കെ നിങ്ങൾ ഇപ്പം ഇതിനോടകം കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ഞങ്ങൾ എല്ലാ സീസണിലും ജയിക്കാൻ വേണ്ടി തന്നെയാണ് കളിച്ചിട്ടുള്ളത്. ഞങ്ങൾ സ്ഥിരം പരാജയപ്പെട്ടപ്പോഴും ഞങ്ങളുടെ മാനേജ്മെൻറ്റ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. ഞങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ ജയിക്കണം എന്ന് പറയുന്നൊരു വാശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പരാജയത്തിൽ സഞ്ജു പറഞ്ഞ പോലെ നിങ്ങളെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ വേദനിച്ചതും വിഷമിച്ചതും അതിൻ്റെ ട്രോമ മാസങ്ങളോളം കൊണ്ടു നടന്നത് ഞങ്ങളാണ്. അപ്പോൾ വിമർശനങ്ങൾ ആസ് എ ഫിലിം ആക്ടേഴ്സ് ഞങ്ങൾക്ക് പുതിയതല്ല. പക്ഷെ ഞങ്ങൾ കീപ്പ് ഓൺ ട്രൈയിങ് ആണ്. ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ആഗ്രഹത്തിലേക്ക് ഈ സീസണിൽ ഞങ്ങൾ ഉറപ്പായിട്ട് എത്തിയിരിക്കും. അതെനിക്ക് തോന്നാൻ ഉള്ള പ്രധാനപ്പെട്ട കാരണം ഈ മാച്ച് നേരിട്ട് കാണാൻ പറ്റിയില്ല. ഞങ്ങൾ നേരത്തെ കമ്മിറ്റ് ചെയ്തൊരു പരിപാടിയായി ബന്ധപ്പെട്ട് അങ്ങോട്ട് പോകേണ്ടി വന്നു. വളരെ വിഷമത്തോടു കൂടി അവിടെ ഇരുന്നിട്ട് ഞങ്ങൾക്ക് അവിടെ ലിങ്ക് ഫോളോ ചെയ്യാൻ മാത്രമേ, സ്കോർ ഫോളോ ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ, മാച്ച് കാണാൻ പറ്റത്തില്ല. ഓരോ ബോളിനും റിഫ്രഷ് ചെയ്യണം. അപ്പം ഞങ്ങൾ ആ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് ഓരോ ബോളും റിഫ്രഷ് ചെയ്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ കേരളത്തിൽ എത്തിയപ്പോഴാണ് ഇതിൻ്റെ ഹൈലൈറ്റ്സ് കാണുന്നത്.
എനിക്ക് ഏറ്റവും ഞാൻ ഉണ്ണിയോടത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. ഉണ്ണി ആ ഫസ്റ്റ് വിക്കറ്റ് എടുത്തിട്ട് ഉണ്ണി ഒരു സെലിബ്രേഷൻ കാണിച്ചു. അതാണ് ടീമിൻ്റെ ഈ വർഷത്തെ ടീമിൻ്റെ എനർജി എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം ഞങ്ങളുടെ ടീമിൽ വിവേകും മദനൊക്കെ കരഞ്ഞു എന്ന് വിളിച്ച് കരച്ചിലേ എന്ന് വിളിച്ച് കളിയാക്കുന്ന ആളാണ് അരുൺ ബെന്നി. കാരണം അദ്ദേഹത്തിന് 10 കോടി രൂപയുടെ ലോട്ടറി അടിച്ചാൽ അയാൾ ഈ 10 കോടി കൊണ്ട് ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് എന്ന് വിഷമിച്ചിരിക്കുന്നതാണ് അരുൺ ബെന്നി. അരുൺ ബെന്നിയുടെ ഓവർ ഞാൻ ഇന്ന് ഹൈലൈറ്റ്സ് കണ്ടു. അരുൺ ബെന്നി വിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ അരുൺ ബെന്നി ഒന്ന് പൊട്ടി. ഒരു വിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പുള്ളി ഒരു ബോംബ് പൊട്ടി എന്തൊക്കെ ആവേശം കാണിച്ചപ്പോൾ ഞാൻ ഇത് അരുൺ ബെന്നിയാണ് ഇത്ര ഇമോഷൻസ് വെളിയിലോട്ട് വരുന്നത്. അപ്പം അത് ടീമിന്റെ മോട്ടീവാണ്. അത് ടീമിന്റെ എല്ലാവരുടെ ഉള്ളിൽ കിടക്കുന്ന സാധനമാണ്. ഞങ്ങൾ ഫസ്റ്റ് കടന്നു. നിങ്ങൾക്കറിയാം, നിങ്ങൾ പലരും അറിഞ്ഞു കഴിഞ്ഞു. 7 A കാറ്റഗറി പ്ലേയേഴ്സിനെ ഒപ്പിക്കാൻ ടീം പെട്ട പാട്. ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് കടന്നു. സെക്കൻഡ് കടമ്പയെന്ന് പറയുന്നത് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ടീമായിട്ടാണ്, ബംഗാൾ ടീമായിട്ടാണ്. ആ ടീമിൻ്റെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേപ്പബിളാണ് നമ്മൾ നമ്മളുടെ കഴിവിൽ വിശ്വസിക്കുന്നുണ്ട്, നമ്മളുടെ ടീമിൽ വിശ്വസിക്കുന്നുണ്ട്. ഭാഗ്യവും നിങ്ങളുടെ പ്രാർത്ഥനയും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആ കടമ്പയും കിടക്കും. അഖിൽ പറഞ്ഞ പോലെ ട്രോഫി മുന്നിൽ വെച്ചിട്ട് നമ്മൾ വീണ്ടും വരും ആഘോഷം. ഇവിടെ ആഘോഷിക്കും എല്ലാവരും കൂടെ. ഞങ്ങളുടെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മതി. ഞങ്ങളാ കഴിയുന്നത് ഞങ്ങൾ ചെയ്യും 100%. താങ്ക് യു. Okay, we'll wind this up. We'll go for the photo.